ടീച്ചറെ, നമോ ഗോവിന്ദൻ ഭജൻസ് ക്രൈസ്തവ ഗാനം ആലപിച്ചതിൽ ദുരൂഹത കാണുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അത്തരമൊന്നും നമ്മളാരും പറഞ്ഞിട്ടില്ല. അവര് ഗാനം ആലപിച്ചതിൽ ദുരൂഹത, മറിച്ച് നമ്മൾ അത്തരത്തിലൊരു കീഴ്വഴക്കം തുടർന്ന് പോകരുത് എന്നതുകൊണ്ട് അത് അതിലത്തെ ശരികേട് ചൂണ്ടിക്കാണിച്ചു. അതാണ് കാരണം. ഓരോ സ്ഥലത്തും ചെയ്യേണ്ടത് ഇന്നതെന്നുണ്ട്, അമ്പലത്തിൽ ഇന്നത്, പള്ളിയിൽ ഇന്നത്, അത് തുടർന്ന് പോവുക. അത് പരസ്പരം മാറി ചെയ്യുന്നതല്ല മതേതരത്വം, അതല്ല മതസൗഹാർദ്ദം, അതല്ല മതസഹിഷ്ണുത. ഓരോരുത്തരും അവനവന്റെ ആചരണങ്ങൾ കൃത്യമായി ചെയ്യുകയും അന്യന്റെ ആചരണങ്ങളെ അനുവദിക്കുകയും ചെയ്യുക. അത് തെറ്റെന്ന് പറയാതിരിക്കുക. നിങ്ങളുടെ മതം തെറ്റ്, എന്റെ മതം മാത്രം ശരി എന്ന് പറയാതിരിക്കുക. ഞാൻ എന്റെ മതാചരണവുമായി പോകാം, പക്ഷെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അത്തരം അംഗീകരിക്കുക. അല്ലാതെ ഈ തരം ജാടയല്ല മതേതരത്വം എന്ന് പറഞ്ഞാൽ. ഇവിടെ നടക്കുന്നത് അതാണ്. ജനകീയമായ കയ്യടിക്ക് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ ഇതാ മതേതരത്വത്തിന്റെ കേരള മോഡൽ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ക്ഷേത്ര കാര്യങ്ങളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മതി. അവിടെ വരുന്നവർ പലരുണ്ടാകാം, പോകുന്നവർ പലരുണ്ടാകാം, വഴിപാട് കൊടുക്കുന്നവരോ സംഭാവന കൊടുക്കുന്നവരുണ്ടാകാം. അവർക്കനുസരിച്ച് ക്ഷേത്ര ആചാരങ്ങൾ മാറ്റാൻ തുടങ്ങിയാൽ ആ ആചാരങ്ങൾക്ക് ഒരു കൃത്യത ഉണ്ടാവില്ല. അതാണ് ഞാൻ നടത്തിയത്. അവിടെ വരുന്നവർ നല്ലൊരു ശതമാനം മദ്യപാനികളാണെങ്കിൽ അവർ വഴിപാട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭാവന കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ ഭജനയുടെ പേരിൽ അടിച്ചങ്ങ് പൂസായി കുടിച്ചങ്ങ് വാറായി എന്നുള്ള പാട്ട് പറ്റുമോ? അപ്പോൾ അതിനൊക്കെ ചില മര്യാദകളില്ലേ? അപ്പോൾ അമ്പലത്തിൽ ചെയ്യേണ്ടത് അമ്പലത്തിൽ ചെയ്യുക, ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് പള്ളിയിൽ ചെയ്യേണ്ടത് അവിടെ ചെയ്യുക, പൊതുസ്ഥലത്ത് എല്ലാം ചെയ്യുക. ഒരു ക്രൈസ്തവ ഗാനം ആലപിച്ചു എന്നതുകൊണ്ട് തകരുന്നതാണോ മതേതരത്വം? മതേതരത്വം തകരുമെന്ന് എനിക്കറിയാൻ വയ്യ. ക്ഷേത്രം മതേതരത്വം പാലിക്കാനുള്ള സ്ഥലമല്ല, ക്ഷേത്രാചാരം പാലിക്കാനുള്ള സ്ഥലമാണ്. മതേതരത്വം ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരം വിഷയം സംസാരിക്കുന്നത്. മതേതരത്വം തകരാതിരിക്കുക ചെയ്ത ക്ഷേത്രത്തിന് അതിന് ബാധ്യതയില്ല. ക്ഷേത്രത്തിന്റെ ക്ഷേത്രാചാരങ്ങൾ പൂർണ്ണമായി ഭംഗിയായി നടത്തിക്കൊണ്ടു പോവുക. അതിന് ചില ചിട്ടകളുണ്ട്, ചില ക്രമങ്ങളുണ്ട്. അത് മതേതരത്വത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കാൻ പറ്റില്ല. മതേതരത്വം സംരക്ഷിക്കലല്ല ക്ഷേത്രങ്ങളുടെ ബാധ്യത. അവിടെ ആ ക്ഷേത്ര ആചാരങ്ങൾ ഒരു ക്ഷേത്രത്തിന്റെ ആചാരം അതിന്റെ വേറൊരു ക്ഷേത്രത്തിനുള്ളത്. ഓരോ ക്ഷേത്രം അവരുടെ ആചാരം പരമാവധി ഭംഗിയായി ആചരിക്കുക. ഈ നന്ദഗോവിന്ദൻ ഭജൻസിന് രാഷ്ട്രീയ നിലപാടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അത് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഈ ഭജനക്കാരെയൊക്കെ രാഷ്ട്രീയം അന്വേഷിച്ചു. ഞാനും രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കുന്നില്ല. എനിക്ക് പിന്നെ ആരുടെയും രാഷ്ട്രീയത്തെ പറ്റി അത്ര വലിയ ആലോചനയോ രാഷ്ട്രീയത്തെ പറ്റി ചിന്തിച്ചു അല്ല അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. ക്ഷേത്രത്തിൽ എന്ത് നടക്കണം? ക്ഷേത്രത്തിൽ വന്ന് പാടുന്നവൻ സഖാവാകാം, കോൺഗ്രസ്സുകാരനാകാം, ആരുമാകാം. പക്ഷെ അവർ ക്ഷേത്രത്തിൽ ഇന്നതാണ് ചെയ്യേണ്ടത്. കുറച്ച് ചോദ്യമുള്ളൂ. ഇതേ ക്ഷേത്രത്തില് പിന്നെ അല്ലെങ്കിൽ ഇതേ സ്ഥലത്ത് പിന്നെ അവിടെ ഒരു ഗണഗീതമാണ്. ഇപ്പൊ പരമപവിത്ര മദാമി മണ്ണിൽ എന്നാണ് ചെല്ലിയതെങ്കിൽ ഇപ്പൊ ഈ സഹിഷ്ണുത പറയുന്നവരൊക്കെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. എന്താ രാഷ്ട്രസ്നേഹം അത്ര മോശ? അമ്പലത്തിൽ ക്രിസ്തീയ ഭക്തിഗാനമാകാം, രാഷ്ട്രസ്നേഹം പാടില്ല എന്ന് എവിടെയാ പറഞ്ഞത്? ക്ഷേത്രത്തിൽ ദീപാരാധന നേരത്ത് രാജ്യത്തിനും രാജ്യത്തിലെ ഭരണാധികാരിക്കും കൂടി വേണ്ടിയാണ് ദീപാരാധന നടത്തുന്നത്. അവർക്ക് കൂടി നന്മ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ദീപാരാധന നടത്തുന്നത് സന്ധ്യയ്ക്ക്. അപ്പൊ രാഷ്ട്രമൊക്കെ അവിടെ ഒരു ഘടകമാണ്. പക്ഷെ എന്ന ക്ഷേത്രത്തിൽ രാഷ്ട്രത്തെ പുകഴ്ത്തി ഒരു പാട്ട് പാടാൻ പാടുമോ? പരമപവിത്ര മദാമി മണ്ണിൽ നിന്ന് അപ്പൊ വിചാരികളില്ല. അപ്പൊ അവിടെ പോയി ഈ മാനവികതയും ഈ പറഞ്ഞ സൗഹാർദ്ദവും ഒക്കെ ഇവിടെ പോയി. ഞങ്ങൾക്കൊന്നും അതില്ല എന്നാ പറഞ്ഞത്. ഇതൊക്കെ കേട്ടാൽ കലി ഇളകുന്നവർക്ക് ഒരു സ്കൂൾ ഓടുന്ന വഴിക്ക് ഒരു ദേശഭക്തി ഗാനം പാടില്ല, വന്ദേ ഭാരതിൽ ചെല്ലിയന് സ്കൂളിന്റെ അഫിലിയേഷൻ റദ്ദാക്കും എന്നൊക്കെ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി. അവരൊക്കെ മനുഷ്യരും അവരെ എന്താ പറയാ മാനവികതയുടെ മഹോന്നതന്മാരും ഏറ്റു വാഴ്ത്തുന്നു. ക്ഷേത്രത്തിൽ ഇത് പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വെറുപ്പിന്റെ വ്യാപാരികളാവുന്ന ഇവിടുന്ന്. അതാണ് മനസ്സിലാവാത്തത്. അല്ല, ഗണഗീതം ഒരു മതഭക്തി ഗാനമല്ലല്ലോ. എന്താണ് ഗണഗീതം? ഒരു മതത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു ഭക്തിഗാനമാണോ ഗണഗീതം? അപ്പൊ ക്ഷേത്രം എല്ലാ മതത്തിനുള്ളതാണോ? ക്ഷേത്രത്തിൽ അതാ പറഞ്ഞ, ക്ഷേത്രത്തിൽ ക്രിസ്തീയ ആരാധന നടത്തുന്നില്ല. രാഷ്ട്രത്തിന് വേണ്ടി ആരാധനയുണ്ട് ക്ഷേത്രത്തില്. അപ്പോ പൊതുവെ ഇങ്ങനെ ഒരു വേർതിരിവ് നിലനിൽക്കുന്നുണ്ട് അല്ലെ? എങ്ങനെ? അല്ല, ഇപ്പോ ഗണഗീതമായിരുന്നുണ്ടെങ്കിൽ വലിയ വിവാദമാകും. ഇതിപ്പോ ക്രിസ്ത്യൻ ഭക്തിഗാനമായതുകൊണ്ട് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുന്നു എന്നുള്ള ഒരു വലിയൊരു രീതിയിലുള്ള ഒരു വിവേചനം നിലനിൽക്കുന്നുണ്ട് അല്ലെ? അല്ല, വിവേചനം നിലനിൽക്കല്ല. ക്ഷേത്രത്തിൽ വേണ്ടതേ വേണ്ടു. അവിടെ ബലികുടീരങ്ങളെ വേണ്ട. അവിടെ കാരണം കമ്മ്യൂണിസത്തിൽ ക്ഷേത്ര വിശ്വാസം വേണ്ടാതെ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. കമ്മ്യൂണിസത്തിന്റെ വഴിക്ക് പോകട്ടെ, ക്രിസ്ത്യാനിറ്റിയുടെ വഴിക്ക് പോകട്ടെ. മനുഷ്യർ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും ബന്ധം നിലനിർത്തുക. ആ ബന്ധം നിലനിർത്താൻ നമുക്ക് ഒരിക്കലും നമുക്ക് അയൽവക്കക്കാരോടുള്ള സ്നേഹം കാണിക്കാൻ ബെഡ്റൂമിൽ വിളിച്ച് കയറ്റാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ ചില മര്യാദകളില്ലേ? സ്നേഹം അവിടെയാണോ നമ്മൾ കാണിക്കാറ്? അല്ലെങ്കിൽ സ്നേഹം ഇല്ല എന്ന് പറയുമോ? അയൽവക്കത്തെ ആളെ ബെഡ്റൂമിൽ വിളിച്ച് കയറ്റില്ല എന്ന് ചോദിച്ചാൽ അയ്യോ രണ്ട് വീട്ടുകാർ തമ്മിൽ ഒരു സ്നേഹം ഇല്ല എന്ന് ആരെങ്കിലും പറയുമോ?
അപ്പൊ ചെയ്യേണ്ടത് മാത്രം ചെയ്യുക, ചെയ്യരുതാത്തത് അതൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത്. ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു ഹിന്ദു എന്ന നിലയിൽ എന്റെ ബാധ്യതയാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അല്ല, പരസ്പര സഹവർത്തിത്വമല്ലേ നമുക്ക് ആവശ്യം. ഇപ്പൊ ഒന്ന് ആലപിച്ചു എന്ന് എന്താണ് കരുതിക്കൊണ്ട് സഹവർത്തിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹവർത്തിത്വം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണോ സഹവർത്തിത്വം? നാളെ പള്ളിയിൽ പോയിട്ട് പിന്നെ ലളിതാ സഹസ്രനാമം ചൊല്ലി വിളക്ക് പൂജ നടത്താൻ പറ്റുമോ പള്ളിയിൽ സഹവർത്തിത്വത്തിന്റെ പേരിൽ? അല്ലെങ്കിൽ അമ്പലത്തിൽ വീഞ്ഞ ആരാധനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുമോ സഹവർത്തിത്വത്തിന്റെ പേരിൽ? ഒരു ക്ഷേത്ര സന്നിധിയിൽ ഇന്നതേ ആകാവൂ എന്നുണ്ട്, അത് ചെയ്യുക. അത് അംഗീകരിക്കുന്നവരാണ് അവിടെ വരുന്നത്, അത് അംഗീകരിക്കുന്നവരെ അവിടെ വരണ്ടു. നമുക്ക് ലോകത്തുള്ളതെല്ലാം അവിടെ തന്നെ കേൾക്കണം എന്ന് വിചാരിച്ചാൽ എങ്ങനെയാ? ആ വരുന്നവർക്ക് ക്രിസ്തീയ ഭക്തിഗാനം കേൾക്കണം, ഇസ്ലാമിക ഭക്തിഗാനം കേൾക്കണം, വിപ്ലവഗാനം കേൾക്കണം, അതല്ലെങ്കിൽ റാപ്പ് മ്യൂസിക് കേൾക്കണം, ഇനി വേറൊരു കൂട്ടർക്ക് വേറൊന്നാണ്. ഇതിനെല്ലാം നമുക്ക് അമ്പലത്തിൽ വേദി കൊടുക്കാൻ പറ്റുമോ? അമ്പലത്തിൻ്റെതായ ചുറ്റവട്ടങ്ങളില്ലേ? ബാക്കി എല്ലാം കേൾക്കണമെങ്കിൽ നമുക്കൊരു പൊതുവേദി വെക്കുക. എത്ര ഭക്തരും പിരിവ് കൊടുക്കട്ടെ, നമുക്കൊരു പൊതുവേദി വെക്കുക. എല്ലാതരം ഗാനങ്ങളും എല്ലാതരം നൃത്തങ്ങളും ഒക്കെ അവിടെ കാണിക്കാം നമുക്ക്. അല്ലാതെയുള്ള ജാടയല്ല മതേതരത്വം. അല്ല, അപ്പോ ഈ ശബരിമല പോലും പുതുക്കി പണിതത് ഒരു കോൺട്രാക്ടർ ക്രൈസ്തവനായിരുന്നില്ലേ? അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്ത തലങ്ങളിലല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അത് അങ്ങനെ ഒരു വിഷയത്തിലേക്ക് നമുക്ക് പുതിയൊരു വിവാദത്തിലേക്ക് പോകണ്ട. അത് പിന്നെ ആര് പുതുക്കി പണിതോ അല്ലെങ്കിൽ ആര് അതിലേക്ക് വഴിപാട് കൊടുത്തോ എന്നുള്ളതല്ല. പുതുക്കി പണിതത് ആരായാലും ക്ഷേത്രത്തിൽ അവിടെ നടത്തേണ്ട മന്ത്രങ്ങൾ മാറുമോ? ശബരിമലയിലെ പൂജകൾ മാറുമോ? മാറില്ലല്ലോ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കരുത്. ശാസ്ത്രീയമായ ചിട്ടവട്ടങ്ങളുള്ള ആരാധനാ രീതിയാണ് ക്ഷേത്രാരാധന. അതിൽ വെള്ളം ചേർക്കാതിരിക്കുക. അത് മതേതര അത് പാലിച്ചുകൊണ്ട് തന്നെ മതേതരത്വം നമുക്ക് പാലിക്കാം. മതേതരത്വത്തിന് വേണ്ടി ക്ഷേത്രങ്ങൾ അത് പറ്റേ മാറി സിനിമാ ടാക്കീസുകളാക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് അംഗീകരിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവാദമാക്കുമ്പോൾ അത് മതേതരത്വത്തിന് ഒരു തകർച്ച വരുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇനി മതേതരത്വം സംരക്ഷിച്ചോളാന്നുള്ള ഞാൻ എവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് എന്റെ വിശ്വാസങ്ങൾ സംരക്ഷിക്കലാണ് മൈൻ. ഞാൻ അന്യനെ ദ്രോഹിക്കാതിരിക്കലാണ് എന്റെ മതേതരത്വം. അവന്റെ മതം തെറ്റെന്ന് പറയാതിരിക്കലാണ് എന്റെ മതേതരത്വം. അവൻ നരകത്തിൽ പോകുമെന്ന് ശപിക്കാതിരിക്കലാണ് എന്റെ മതേതരത്വം. എന്നെപ്പോലെ വിശ്വസിക്കാൻ അവന് സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നതാണ് എന്റെ മതേതരത്വം. എന്റെ ക്ഷേത്രങ്ങളിൽ അരുതാത്തത് നടന്നാൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് ബാധ്യതയുണ്ട്. ഒരു ആരാധന എങ്ങോട്ട് നടക്കണമെന്ന് പോലെ ക്രൈസ്തവ സഭകൾക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലേ? അതെന്താ അവരിൽ ഒരുമയില്ലായിട്ടാണോ? ഐക്യമില്ലായിട്ടാണോ? സ്നേഹമില്ലാഞ്ഞിട്ടാണോ? എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ആരാധന നടത്തണം? ക്രൈസ്തവ സഭകളിൽ തർക്കമില്ലേ? അത് അവരുടെ പള്ളികൾക്കുള്ളിൽ എങ്ങനെ നടക്കണമെന്ന് വിശ്വാസിക്ക് അഭിപ്രായമല്ല എന്റെ തർക്കമാണോ നടക്കുന്നത്? അമ്പലക്കാർക്ക് മാത്രം ഇങ്ങനത്തെ വിശ്വാസമൊന്നും പാടില്ല എന്ന് ഇവിടുന്നായി പറയുന്നത്. ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തവരാണോ ക്ഷേത്ര വിശ്വാസികൾ? നമ്മുടെ പല ക്രിസ്ത്യൻ പള്ളികളിലും നിസ്കാരത്തിന് വേണ്ടി തുറന്നു കൊടുത്ത ഒരു പാരമ്പര്യം നമുക്കില്ലേ അങ്ങനെ പൊതുവെ? എന്തിനു വേണ്ടിയിട്ട്? അല്ല, പല ക്രൈസ്തവ ചർച്ചുകളും നമ്മൾ ഈ പറയുന്ന പോലെ അത് അവരാണ് ചിന്തിക്കേണ്ടത്. പള്ളികൾ പലതിനും തുറന്നു കൊടുക്കാൻ കാരണം അവ പ്രയർ ഹാളുകൾ മാത്രമാണ്. ക്ഷേത്രങ്ങൾ പ്രയർ ഹാളുകളല്ല. ക്ഷേത്രത്തിലെ ആർക്കെങ്കിലും താല്പര്യത്തിൽ തന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിന്റെ വാതിലുകൾ മലക്കെ തുറന്ന് എല്ലാം ചെയ്യാൻ കഴിയില്ല. കാരണം ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് കിടക്കരുത്, അല്ലെങ്കിൽ ചെരുപ്പിട്ട് കിടക്കരുത്, അല്ലെങ്കിൽ ഇന്ന വിരുത്ത് കിടക്കരുത്, ഇന്ന രൂപത്തിലെ ആരാധന നടത്താവൂ, ഇന്നൊരു കഴിച്ചു വരരുത്, ഇങ്ങനെ പല ചിട്ടവട്ടങ്ങളും ഉള്ളതാണ് ക്ഷേത്രം. അത് മതേതരത്വം കാണിക്കാനുള്ള ഒരു കെട്ടിടമല്ല. അതിന് വേണമെങ്കിൽ നമുക്ക് പുറത്ത് കെട്ടിടത്തിൽ മതേതരത്വം കാണിക്കാം. അമ്പലം എനിക്കോ നിങ്ങൾക്കോ തോന്നുന്ന വിധത്തിൽ അവിടുത്തെ ചടങ്ങുകൾ മാറ്റിമറിക്കാൻ പറ്റില്ല. അതൊരു പ്രയർ ഹാൾ അല്ല. അതവിടെ കൃത്യമായ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങേ അവിടെ നടക്കാവൂ. അപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏതൊരു മതത്തിൻ്റെതായാലും അത് കൃത്യമായിട്ട് അത് അവർ നടപ്പാക്കണം അല്ലേ? നടപ്പാക്കണം. അത് അവർ നടപ്പാക്കുക. അവർ അന്യനെ ശല്യം ചെയ്യാതിരിക്കുക. അത്രേ പറ്റുള്ളൂ. അന്യന്റെ ആരാധനകൾക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കുക. അത് തെറ്റെന്ന് പറയാതിരിക്കുക. വാതിലുകൾ തുറന്നിട്ടിട്ട് ഇപ്പുറത്ത് നിങ്ങൾ ബഹുദൈവാരാധന നടത്തുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ മതേതരത്വം എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെ വന്നോ, ഞങ്ങൾ വാതിൽ തുറന്നിട്ട് തരാം, പൊങ്കാലയ്ക്ക് തുറന്നിട്ട് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പോകാൻ തുറന്നിട്ട് തരാം, പക്ഷെ തൊട്ടപ്പുറത്ത് നിങ്ങൾ നരകത്തിലേക്ക് പോകൂ, നിങ്ങളുടെ ആരാധന തെറ്റ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് മതേതരത്വം പോവുക? അതുകൊണ്ട് വാതിലുകൾ തുറന്നാലും തുറന്നില്ലെങ്കിലും മനസ്സിന്റെ വാതിലുകൾ തുറക്കട്ടെ. ശപിക്കാതിരിക്കുക മറ്റൊരു മതസ്ഥരെ. അതാണ് മതേതരത്വം.